വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപദർശന യോഗത്തിൽ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തെ ദർശിച്ച് പരവശനായി ആനന്ദപുളകിതനായി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുന്നു. ഈ എപ്പിസോഡിലൂടെ 11-ാം അധ്യായത്തിലെ 15 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഭഗവാനെ, ദേവദേവ, വിശ്വരൂപ, വിശ്വേശ്വര, അങ്ങയുടെ ആദിയോ മധ്യമോ അന്തമോ ഇല്ലാത്ത പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന രൂപത്തിൽ താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിനെയും ബ്രഹ്മസ്വരൂപനായ വിഷ്ണുവിനെയും ഈശനായ ശിവനെയും ഋഷികളെയും സമസ്ത ഭൂതഗണങ്ങളെയും ഭൂമിക്കടിയിൽ മണ്ണിലിഴയുന്ന പാമ്പുകളെയും വരെ കാണുന്നു ഭഗവാനെ എന്ന് അർജുനൻ പറയുന്നു. ഭഗവാനെ, അനേകം കൈകളും ഉദരങ്ങളും മുഖങ്ങളും കണ്ണുകളും ഉള്ള അനേകം രൂപങ്ങൾ ഞാൻ അങ്ങയുടെ ദേഹത്തിൽ കാണുന്നു. അതായത് പല വിധത്തിലുമുള്ള ജീവാത്മാക്കൾ, പല രൂപങ്ങളിലുള്ള ജീവാത്മാക്കൾ ഒന്നിച്ച് വിശ്വരൂപത്തിൽ നിലനിൽക്കുന്നത് അർജുനൻ കാണുന്നു. ബ്രഹ്മലോകം മുതൽ താഴോട്ടുള്ള സമസ്ത ലോകങ്ങളും അർജുനൻ കാണുന്നു. പശ്യാമി ദേവാ തവ ദേവദേഹേ സർവാംസ്തദാ ഭൂതവിശേഷസംഗാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീം ച സർവാൻ ഉരഗാം ച ദിവ്യാൻ. തുടർന്ന് കിരീടം, ഗദ, ചക്രം എന്നിവ ധരിച്ച് തേജോമയനായി ആളിക്കത്തുന്ന അഗ്നിയുടെയും ജ്വലിക്കുന്ന സൂര്യൻ്റെയും പ്രഭയോടുകൂടി നേരെ നോക്കാൻ വയ്യാത്ത വിധത്തിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന മഹാവിഷ്ണു സ്വരൂപനായി അർജുനന് ദർശനം നൽകുന്നു. ഏകനായ പരമാത്മാവ് തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്ന മഹാവിഷ്ണു എന്ന് അർജുനൻ അറിയുന്നു. കിരീടിനം ഗദിനം ചക്രിണം ചാതേജോരാശിം സർവദോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കാദ്യുതിം അപ്രമേയം. അർജുനൻ പറയുന്നു, ഹേ ഭഗവാനെ, വിശ്വേശ്വര, അങ്ങാണ് അക്ഷരമായ ബ്രഹ്മം. ജഗത്തിൻ്റെ ആശ്രയവും രക്ഷകനും അങ്ങാണ്. ധർമ്മങ്ങളെ നിലനിർത്തുന്നവനും പരമപുരുഷനുമാണ് അങ്ങ് എന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ. ആദ്യന്തമില്ലാതെ അനേകം കൈകളും അനേകം മുഖങ്ങളും ഉള്ള അങ്ങ് അനന്തവീര്യനായി തേജോപ്രസരത്തോടുകൂടി സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളോടുകൂടി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിനാളമായ വായുകളോടുകൂടി ഈ വിശ്വത്തെ മുഴുവൻ ചുട്ടെരിക്കുന്നത് പോലെ തോന്നുന്നു ഭഗവാനെ. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എല്ലാ ദിക്കുകളിലും ഏകനായി അങ്ങ് വ്യാപിച്ചിരിക്കുന്നു. ഈ ഭയങ്കര രൂപം കണ്ട് 3 ലോകങ്ങളും നടുങ്ങുന്നു. സുരസംഘങ്ങൾ, ദേവന്മാർ അങ്ങയിൽ പ്രവേശിച്ച് മറയുന്നു. മഹർഷിമാരും സിദ്ധന്മാരും കൈകൂപ്പി സ്തുതിക്കുന്നു. ചിലർ ഭയത്തോടുകൂടി തൊഴുതു നിൽക്കുന്നു. ആദിത്യന്മാർ, മരുത്തുക്കൾ, രുദ്രന്മാർ, യക്ഷഗന്ധർവന്മാരെല്ലാവരും ആശ്ചര്യത്തോടെ വിശ്വരൂപം നോക്കി കാണുന്നു. ധാരാളം കൈകാലുകളും മുഖങ്ങളും ഊരുപാദങ്ങളും അഗ്നി പ്രവഹിക്കുന്ന വായുകളും കൂർത്ത ദംഷ്ട്രകളും തീപാറുന്ന കണ്ണുകളും കണ്ട് ലോകം ഭയന്ന് വിറയ്ക്കുന്നു. ഭഗവാനെ, ഈ പ്രകാശവലയത്തിൽ എനിക്ക് ദിക്കുകൾ ഒന്നും തന്നെ അറിയാൻ സാധിക്കുന്നില്ല. പ്രസാദിക്കണേ ഭഗവാനെ. ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനേന ലഭേജ ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഭഗവാനെ, ഭീഷ്മദ്രോണാദികളും ധൃതരാഷ്ട്രപുത്രന്മാരും കർണൻ മുതലായ അനേകം രാജാക്കന്മാരും അവിടത്തെ അഗ്നിജ്വാലകളോട് കൂടിയ കൂർത്ത ദംഷ്ട്രകളുള്ള വായിൽ വേഗത്തിൽ പ്രവേശിക്കുന്നു. എങ്ങനെയാണോ
വേഗത്തിൽ നദികൾ ഒഴുകി സമുദ്രത്തിലെത്തി ലയിക്കുന്നു. അതുപോലെയും ഈയാമ്പാറ്റകൾ വേഗത്തിൽ പറന്നു വന്ന് സ്വയം കത്തിയാളുന്ന തീയിൽ ചെന്ന് ചാടുന്നു. അതുപോലെയും ഈ രാജാക്കന്മാർ, ഈ നരവീരന്മാർ വേഗത്തിൽ വന്ന അങ്ങയുടെ അഗ്നി പോലുള്ള വായിൽ, അഗ്നി ജ്വലിക്കുന്ന വായിൽ പ്രവേശിച്ച് ശിരസ് പൊടിഞ്ഞ് അവയവങ്ങളെല്ലാം ചിതറിപ്പോകുന്നു ഭഗവാനെ. അങ്ങ് നാക്കുകൾ കൊണ്ട് വായുടെ ചുറ്റിലും വന്ന് വീഴുന്നവയെ നക്കി നക്കി നുണയുന്നു. യഥാ നദീനാം ബഹവോംബുവേഗാ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമീ നരലോകവീര വിശന്തി വക്ത്രാണി അഭിജ്വലന്തി. ഹേ ഭഗവാനെ, അർജുനൻ തൊഴുത് പ്രാർത്ഥിക്കുന്നു. ദേവദേവ, അവിടത്തേക്ക് നമസ്കാരം. അങ്ങ് പ്രസാദിക്കണേ. അങ്ങ് ആരാണെന്നും അങ്ങയുടെ ഇച്ഛ എന്താണെന്നും ഈ ഭയങ്കര കാഴ്ചകൾക്ക് കാരണം എന്താണെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാനെ. ദേവേശനായ അങ്ങെന്നെ അനുഗ്രഹിക്കണേ. അർജുനൻ പരവശനായി ഭക്തിയോടുകൂടി ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. തുടർന്ന് ഭഗവാന്റെ വാക്കുകൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.